ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടതിന് പിന്നാലെ അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമല്ലെന്നാണ് ഗോവിന്ദന്റെ പരാമർശം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തിരിച്ചടിയാണ് MV ഗോവിന്ദനെ ചൊടിപ്പിച്ചത്. വിവരങ്ങൾ MS വീണ തിരുവനന്തപുരത്ത് നിന്നും നൽകും. വീണ, CPMന്റെ പല നേതാക്കളും അടുത്ത കാലത്ത് പറഞ്ഞത് യുവതീ പ്രവേശനം ഒരു അടഞ്ഞ അധ്യായമാണ്, ഭക്തരെ വെല്ലുവിളിക്കുന്ന സമീപനം ഇനി ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ തലസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ യുവതീ പ്രവേശനം പോലെയുള്ള ആചാരലംഘനത്തിന് ഇനിയും പാർട്ടിയും ഈ സർക്കാരും തയ്യാറാകും എന്ന കൃത്യമായ സന്ദേശം നൽകുകയായിരുന്നല്ലോ. തീർച്ചയായും ഗോകുൽ, അത്തരത്തിൽ തന്നെ ഒരു നിലപാടാണ് ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ച. ഇതോടുകൂടി ഇടതുപക്ഷ മുന്നണിയുടെ ഇരട്ടത്താപ്പ് നയവും തന്നെയാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു യുവതീ പ്രവേശന വിഷയത്തിൽ പാർട്ടി ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനേറ്റ തിരിച്ചടി തന്നെയാണ്. ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടായ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയുള്ള കടുത്ത വിമർശനവും ഒപ്പം തന്നെ അത്തരത്തിൽ ആ ഒരു വിഷയത്തിലുണ്ടായ പങ്കാളിത്ത കുറവും തന്നെയാണ് ഈ ഒരു നിലപാടിലേക്ക് CPMനെ എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരാജയം തന്നെയാണ് ഇപ്പോൾ, ആ ഒരു പരാജയത്തിന്റെ ഘട്ടത്തിലാണ് ഭക്തരെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സമീപനം MV ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അടഞ്ഞ അധ്യായമല്ലെന്ന് പറയുകയും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കേണ്ടതില്ല എന്നുള്ളൊരു ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുമാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നത്. അയ്യപ്പ സംഗമം നടത്തി ഹിന്ദു ഐക്യവേദി സംഘടനകളടക്കം ശക്തി കാട്ടിയപ്പോൾ, അതിൽ ഭക്തരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായപ്പോൾ, അത് വൻ വിജയമായപ്പോൾ തന്നെ CPMനും സർക്കാരിനുമൊക്കെ കനത്ത പ്രഹരമാണ് എത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ യഥാർത്ഥ നിലപാടും യഥാർത്ഥ മുഖവും വ്യക്തമായത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ വ്യക്തമാക്കുവാനും വെളിപ്പെടുത്തുവാനും CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അത് മാത്രമല്ല, നിയമസഭയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയത്തിലടക്കം പ്രതിപക്ഷം ചോദ്യം ഉയർത്തിയപ്പോൾ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ദേവസ്വം മന്ത്രി അടക്കം സ്വീകരിച്ചത്. അതായത് സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ നൽകിയ സത്യവാങ്മൂലം ഇപ്പോൾ പിൻവലിക്കേണ്ട സാഹചര്യമില്ലെന്നൊരു നിലപാടാണ് ദേവസ്വം മന്ത്രി അടക്കം സ്വീകരിച്ചത്. മാത്രമല്ല, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം യാഥാർത്ഥ്യം വീണ്ടും ആക്കുവാനുള്ള ഒരു മണ്ഡലകാലം കൂടി വരികയാണ്. ആ ഒരു മണ്ഡല കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നീക്കം തന്നെയാണ് പാർട്ടി അടക്കം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അണിയറ നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനടക്കം തെറ്റുപറ്റിപ്പോയി എന്നുള്ള നിലപാടടക്കം അറിയിച്ചതായിരുന്നു. ഇത്തരത്തിൽ ഈ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള രണ്ട് മനോഭാവങ്ങൾ, ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ അറിയിച്ചത്. ഇതോടുകൂടി ഭക്തരെ വഞ്ചിക്കുന്ന, ഭക്തരെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടാണ് ഈ മണ്ഡലകാലം അടുക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഭാഗത്തുനിന്നും CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന. ഇതോടുകൂടി ഇരട്ടത്താപ്പ് നയമാണ് വ്യക്തമായിരിക്കുന്നത്. ഗോവിന്ദ്, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ വീണ്ടും പഴയ നിലപാട് സ്വീകരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിലാണ് MV ഗോവിന്ദൻ ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ട് യുവതീ പ്രവേശനം എന്നത് ഒരു അടഞ്ഞ അധ്യായമല്ല എന്ന CPMന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പ് പുറത്തേക്ക് വന്നത്. പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ പരാജയത്തിന് പിന്നാലെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഒരിക്കൽ കൂടി ഹൈന്ദവ വിശ്വാസികളെ, അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. വീണയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.